ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പൊ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ ഞാൻ കടക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ഗോമതിയും അതുപോലെ ബാലനും കൂടെ കാണിച്ച റൊമാൻസ് അത് വല്ലാത്ത റൊമാൻസ് ആയി പോയിട്ടോ. ഈ വയസ്സാം കാലത്താണോ എന്നൊക്കെ ഓർത്തു പോകും. വയസ്സാം കാലത്തും റൊമാൻസ് കാണിക്കാൻ അവർ ഭാര്യയും ഭർത്താവും അല്ലല്ലേ, അവരെന്തേലും ചെയ്യട്ടെ. അപ്പം അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതൊന്നും അല്ലല്ലോ നമ്മുടെ പ്രധാന കാര്യം എന്ന് പറയുന്നത്. നാളെ ദേവമംഗലത്തേക്ക് ആരെ കൊണ്ടുവരാൻ പോവുകയാണ്? മിഥുനെ കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പം ദേവമംഗലത്താണ് ഇനി മിഥുൻ താമസിക്കാൻ പോകുന്നത്. നമ്മുടെ ബാലൻ എടുത്തു വെച്ചേക്കുന്ന തീരുമാനം അത് വല്ലാത്തൊരു തീരുമാനവും ഒക്കെ തന്നെയാണ്. ബാലൻ അറിയാം, മിഥുനെ അവിടെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞെട്ടേണ്ടവർ ഞെട്ടും, മിഥുനുമായിട്ട് ബന്ധമുള്ളവർ ഞെട്ടും. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഡോക്ടറിനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് മിഥുനെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്? മംഗലത്തേക്ക് കൊണ്ടുപോകുന്നത്. മംഗലത്തേക്ക് കൊണ്ടുപോകുന്നത്. ഇതിനിടയിൽ ആര്യനാണെങ്കിൽ അവിടെ വരികയൊക്കെ ചെയ്തു കേട്ടോ. ആര്യൻ അവിടെ വന്നിട്ട് കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയാ ആര്യൻ അങ്ങോട്ടേക്ക് ചെന്നത്, ഹോസ്പിറ്റലിലേക്ക്. ഏതായാലും ആര്യന് കാര്യങ്ങളൊക്കെ ഏകദേശം പിടികിട്ടുന്നുണ്ട്. മാത്രമല്ല ആര്യനെ ഒരു മിന്നായം പോലെ കണ്ടതുകൊണ്ട് തന്നെ വേറെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടറോട് പറഞ്ഞു നടുവേദനയായിട്ട് വന്നതാണെന്നൊക്കെ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ബാലൻ അവിടെ നിന്ന് പോകുമ്പോൾ ആരെയും കൊണ്ട് പോകുന്നത്? മിഥുനെയും കൊണ്ട് വീട്ടിലേക്ക് പോകുന്നത്. അപ്പൊ ഇതിനിടയ്ക്കാണെങ്കിൽ നമ്മുടെ ഗോമതി സ്റ്റോറിൽ വലിയ വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല രാമേട്ടന്. ഒരിക്കലും ബാലൻ അങ്ങനെ ഗോമതി സ്റ്റോറിൽ വരാതിരിക്കുകയോ ഗോമതി സ്റ്റോറിലെ കാര്യങ്ങൾ അന്വേഷിക്കാതിരിക്കുകയോ ചെയ്യുന്നൊന്നുമല്ല. അപ്പൊ ഇന്നത്തെ പ്രശ്നങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞല്ലോ. അവിടെ ആകാശം ദേവിയായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്നൊക്കെ ബാലനോട് വിളിച്ചു പറഞ്ഞിട്ടും ബാലൻ അത് മൈൻഡ് ആക്കിയില്ലെന്ന് മാത്രമല്ല, നമ്മുടെ ബാലൻ അതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് ചോദിച്ചു പോലുമില്ല. എന്താണ് പ്രശ്നമെന്ന് പോലും ചോദിച്ചില്ല. അപ്പോഴേക്കും നമ്മുടെ ധർമ്മൻ ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടി. എന്തോ വലിയ പ്രശ്നത്തിൽ തന്നെയാണ് ബാലനെന്ന് മനസ്സിലാവുന്നുണ്ട് എല്ലാവർക്കും. ഇതിനോടൊപ്പം തന്നെ രാമേട്ടനോട് പറയുന്നുണ്ട്, എന്താണെന്നറിയില്ല, അളിയൻ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വേറെ എന്തൊക്കെയോ സംസാരിക്കുന്നത്, എന്തോ പ്രശ്നത്തിന്റെ കാര്യം അതിന്റെ കാര്യം, ഇന്ന് പ്രശ്നം അവസാനിക്കുന്നൊക്കെയോ പറയുന്നുണ്ട്. എന്താന്ന് എനിക്കറിയില്ല രാമേട്ട, ഏതായാലും ഒരു കാര്യം ചെയ്യണം. അച്ഛനെ വിളിച്ച് അളിയനെ വിളിച്ച് വിശദമായിട്ടൊന്ന് ചോദിച്ച് അന്വേഷിച്ച് വിവരം അറിയണം, ഇല്ലെങ്കിൽ ഇത് ശരിയാവില്ല എന്നിങ്ങനെ പറഞ്ഞു. മാത്രമല്ല ഗോമതി പറഞ്ഞ കാര്യങ്ങളും പറഞ്ഞു. ഗോമതിക്കും എന്തോ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്തോ പറ്റി ബാലേട്ടൻ ഇങ്ങനെ എന്നൊരു ചെറിയ സംശയം ഗോമതിക്ക് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ രാമേട്ടൻ എന്ത് ചെയ്തു, നേരെ ഗോമതിനെ വിളിക്കുകയാണ്. അങ്ങനെ ഗോമതിനെ വിളിച്ചിട്ട് ചോദിക്കുക, എന്താ ബാലന് പറ്റിയത്? ഗോമതി നിനക്കറിയില്ലേ? അവൻ എന്താ ഇങ്ങോട്ടേക്ക് വരാത്തത്? അവൻ ഒരു ദിവസം പോയിട്ട് അവന് കടയില് ഒരു കുറച്ചു നേരം കൊണ്ട് അവൻ കടയിലാണ് സ്പെൻഡ് ചെയ്യുന്നത്. ഇതിപ്പം എത്ര ദിവസമായി അവൻ ഇങ്ങനെ പാഞ്ഞും പതറിയൊക്കെ നടക്കുന്നത്? അവൻ എന്താ ഒരു ഉത്തരവാദിത്വം ഇല്ലേ? പിന്നെ അവന് നടുവേദനയാന്ന് പറഞ്ഞ് അവൻ എന്നും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടുവേദന മാറുമോ? നടുവേദന മാറണമെങ്കിൽ റെസ്റ്റ് എടുക്കണം. അല്ലാതെ എന്നും ഹോസ്പിറ്റലിൽ തോറും കയറി ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടുവേദനയൊന്നും മാറില്ല. എന്താ ഗോമതി അവിടെ നടക്കുന്നത്? നിനക്കൊന്നും മനസ്സിലാവില്ല. നിനക്ക് അവനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടൂടെ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ രാമേട്ട ഞാൻ എന്ത് ചെയ്യാനാ, ബാലേട്ടന് ആകെ മൊത്തത്തിലൊരു മാറ്റമാ. ഞാൻ ഓർത്തിരിക്കുന്ന പ്രായത്തിന്റെ ആയിരിക്കുന്ന. പിന്നെ പ്രായത്തിന്റെ മാറ്റം? ഗോമതി മര്യാദയ്ക്ക് ഭർത്താവിനെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടാൻ വേണ്ടി നോക്കിക്കോ. അല്ലാതെ വെറുതെ അവനെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിച്ചാലുണ്ടല്ലോ. അല്ല, നീയാണോ ഇനി അവനെ പിടിച്ച് വീട്ടിൽ നിർത്തുന്നത്? എന്റെ പൊന്നു രാമേട്ടൻ, ഞാൻ എന്തിനാ ബാലേട്ടനെ പിടിച്ച് വീട്ടിൽ നിർത്തേണ്ടത്? എനിക്കതിന്റെ കാര്യമില്ലല്ലോ. പക്ഷെ എന്തോ ബാലേട്ടന് മാറ്റമുണ്ട്, അതെനിക്കറിയാം. ഈ കടയിലത്തെ കാര്യം ആകെ കഷ്ടത്തിലാ. ദേവിയും അതുപോലെ തന്നെ ആകാശം കൂടെ ആണെങ്കിൽ കട മറച്ചു വെച്ചോണ്ടിരിക്കുക. ദേവീനെ എങ്ങനെയും ഒക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാം. ദേവി ക്ഷമയുടെ നെല്ലിപ്പലക വരെ കാണുന്നുണ്ട്. അതുപോലെയല്ല ആകാശം ആകെ മൊത്തം മാറിയിരിക്കുക. അതുകൊണ്ട് തന്നെ ബാലൻ വരാതെ ഇവിടെ ഒന്നിനും ഒരു നിയന്ത്രണവും ഉണ്ടാവില്ല. അതുകൊണ്ട് അവനെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് പറഞ്ഞയക്കാൻ നീ ശ്രമിക്കണം എന്നിങ്ങനെ പറഞ്ഞപ്പം ഞാൻ ശ്രമിക്കാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗോമതി ഫോൺ കട്ട് ചെയ്യാണ്. ഗോമതി ഫോൺ കട്ട് ചെയ്തിട്ടാണെങ്കിൽ ചിന്തിക്കുന്നുണ്ട്, ഇത് എന്ത് പറ്റി ബാലേട്ടന്? പിന്നെയും ബാലേട്ടനെ കുറിച്ച് എനിക്ക് മാത്രം ഒരു സംശയം, ബാക്കി എല്ലാവർക്കും ബാലേട്ടനെ കുറിച്ച് സംശയം തന്നെയാണല്ലോ തോന്നുന്നത്. അപ്പം എന്റെ വെറും സംശയം അല്ലേ? ബാലേട്ടന് ഇനി എന്തെങ്കിലും പറ്റിയോ? ഒരു എത്തും പിടി സമാധാനം ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഈ സമയത്ത് നമ്മുടെ ബാലൻ എവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ഒക്കെ മേടിച്ച് കൊണ്ടുവരികയാണ് മിഥുനെ.
അപ്പൊ ആർക്കും സത്യത്തിൽ നമ്മുടെ ഗോമതിക്ക് മിഥുൻ ആരാന്ന് അറിയില്ലല്ലോ, മിഥുനെ കണ്ടിട്ടില്ലല്ലോ. മിത്രനെ ഒരു പയ്യൻ ചതിച്ചു എന്നല്ലാതെ മിഥുന്റെ ഒരു ഫോട്ടോ പോലും ഗോമതി കണ്ടിട്ടില്ല. അതുകൊണ്ട് ഗോമതിക്ക് അറിയില്ല മിഥുൻ ആരാണെന്നൊന്നും. ഏതായാലും നമ്മുടെ ബാലൻ മിഥുനെയും താങ്ങി പിടിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് വരികയാണ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അയ്യോ ബാലേട്ട ഇതാരാ ബാലേട്ട എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഇതെനിക്ക് വേണ്ടപ്പെട്ട ഒരാളാ, നീ അങ്ങ് മാറിക്കെന്നും പറഞ്ഞ് പുള്ളിക്കാരനെ വലിച്ച്, അതായത് തളർന്നു കിടക്കുന്നതാണല്ലോ, അപ്പം വലിച്ചെടുത്ത് പിറക്കി ചുരുട്ടി കൂട്ടി നേരെ നമ്മുടെ ഗോമതിയുടെയും ബാലന്റെ ബെഡ്റൂമിൽ കൊണ്ടിട്ടു. ഒരു പിടിയും കിട്ടുന്നില്ല ഗോമതിക്ക്. ഗോമതി പറഞ്ഞു, ദേ ബാലേട്ട, പോകുന്നവരെയും വരുന്നവരെയൊക്കെ ഇതെന്തിനാ ഈ ബെഡ്റൂമിൽ കൊണ്ട് കിടത്തുന്നത്? അല്ല ഇതാരാ ബാലേട്ട, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം ബാലന് പിടികിട്ടി, ഗോമതിക്ക് ഇവനെ അറിയില്ല. പക്ഷേ ഗോമതിക്ക് എന്തൊക്കെയോ രഹസ്യങ്ങൾ അറിയാം, പക്ഷേ ഇവനെ ഗോമതിക്ക് അറിയില്ല എന്ന് മനസ്സിലായിട്ടോ. അങ്ങനെ നമ്മുടെ മിഥുൻ ഇങ്ങനെ കട്ടിലെ നീണ്ടു നിവർന്ന് കിടക്കുക. ഗോമതിക്കാണെങ്കിൽ തല പുകയാനും തുടങ്ങി. വല്ല ഓർത്ത് നോക്കണേ, തന്റെ ഭർത്താവ് മകന്റെ പ്രായമുള്ള ഒരു പയ്യനെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുമ്പോൾ അവൻ ഇനി സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടാകുമെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പെണ്ണുങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചെറിയ ചെറിയ സംശയങ്ങൾ ഉണ്ടല്ലോ, ആ സംശയങ്ങളൊക്കെ തന്നെയാണ്. ഗോമതിനെയും കുറ്റം പറയാൻ പറ്റത്തില്ല. വയസ്സും പ്രായവും ചെന്നതാണെങ്കിലും തന്റെ ഭർത്താവ് വേറൊരു ബന്ധം ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് പെണ്ണാ സംശയിക്കാത്ത, ഏത് പെണ്ണാ സഹിക്കുന്നത്? അയ്യോ, പിന്നെ അങ്ങ് തുടങ്ങിയില്ലേ ബാലേട്ട. സത്യം പറഞ്ഞോ ബാലേട്ട, ഇതാരാണെന്ന് എനിക്കറിയണം. ഇതാരാ ബാലേട്ട? ബാലേട്ട ഇത് ബാലേട്ടന്റെ മോനല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ദാ കിടക്കണം. ബാലന് ഇതിൽ കൂടുതൽ ഇനി ഒന്നും പറയാനില്ലാത്ത പോലെ ആയിപ്പോയി. ബാലൻ പറഞ്ഞു, എന്റെ പൊന്നു ഗോമതി, ഇത് എന്റെ മോനൊന്നും അല്ല. അല്ല പിന്നെ ആരാ? എനിക്കറിയാം, ഇത് ബാലേട്ടന്റെ മോൻ തന്നെയാ. ബാലേട്ടന് ഞാൻ എന്നെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഉണ്ടായ ബന്ധത്തിലെ മോനല്ലേ ഇത്? എനിക്കറിയാം ബാലേട്ട, ബാലേട്ടൻ എന്നെ ചതിക്കായിരുന്നല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോമതി അങ്ങ് കരയാനും തുടങ്ങി കേട്ടോ. വിറ്റ് കേസാ, കഥ പോകുന്ന പോക്ക് കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ചിരിച്ച് മണ്ണ് തപ്പോ. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഒരു വെള്ളിയാഴ്ച ഇല്ലാത്തൊരു കഥയാന്ന് തോന്നുന്നു. ഏതായാലും ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടോ നാളത്തെ വിശേഷം അവസാനിക്കുന്നത്. പുറകെ നമ്മുടെ മീനാക്ഷി വരും. മീനാക്ഷിക്കും അറിയില്ല മിഥുൻ ആരാ, മിഥുൻ ഏതാന്ന് മീനാക്ഷിക്കും അറിയില്ലല്ലോ. മീനാക്ഷിയും കണ്ടിട്ടില്ലെന്നാണല്ലോ തോന്നുന്നത്. മിഥുനെ മീനാക്ഷി കണ്ടായിരുന്നോ? ഞാൻ കഥയും ഇപ്പം പണ്ടത്തെ കഥയും മറന്നുപോയി. അതുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ കഥ പോകുന്നത് കൊണ്ട് ബാക്കിലത്തെ കഥയും ഓർക്കുന്നില്ല. മീനാക്ഷിക്കും അറിയത്തില്ലല്ലോ, മിഥുനെ കണ്ടിട്ടില്ലല്ലോ മീനാക്ഷി. നമ്മുടെ മിത്രയ്ക്കും ആര്യനും മാത്രമേ മീനാക്ഷിനെ അറിയത്തുള്ളൂ എന്നാണ് തോന്നുന്നത്. അതോ ഇനി കഥയുടെ ഇടയ്ക്ക് വല്ലതും മീനാക്ഷിനെ ഫോട്ടോ കാണിച്ചായിരുന്നോ മിത്ര? സത്യത്തിൽ ഞാൻ മറന്നുപോയിട്ടോ കഴിഞ്ഞ കാര്യം. ഏതായാലും മീനാക്ഷിയും വരും. അതിനോടൊപ്പം തന്നെ നമ്മുടെ ആര്യനും മിത്രയും ഒക്കെ വരാനിരിക്കുകയാണ്. ഇനിയിപ്പോ ഇവിടെ എന്താണ് നടക്കുന്നത്, എന്താണ് ഉണ്ടാകുന്നത് എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അല്ലെ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാട്ടോ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കാം നാളത്തെ എപ്പിസോഡിനായിട്ട്. അപ്പൊ നാളെ വൈകിട്ട് പ്രമോ ആയിട്ട് കാണാം. അതിനു മുമ്പ് നമ്മുടെ പുതിയ കഥയുടെ പ്രമോ നമ്മൾ ഇതിനകത്ത് ഇടുന്നുണ്ട്, ഫുൾ വിശേഷവും ഇടുന്നുണ്ട്. അലീനയുടെ കഥ, അതായത് മഴ തോരു മുമ്പേ എന്ന് പുതിയൊരു കഥയാണ്. അപ്പൊ അതിന്റെ ഫുൾ വിശേഷവും ഇടുന്നുണ്ട്, പ്രമോ വിശേഷവും ഇടുന്നുണ്ട്. അടിപൊളി കഥയാണ് കേട്ടോ. അപ്പൊ ഇതുവരെ കണ്ടു തുടങ്ങിയിട്ടില്ലെങ്കിൽ കാണാൻ തുടങ്ങിക്കോളൂ. നമ്മൾ ഇതുവരെ കണ്ടതിൽ വെച്ച് കുറച്ച് വെറൈറ്റി കഥയാണ്, ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്നതിനേക്കാൾ കുറച്ച് വെറൈറ്റി കഥയാണ്. അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത്. ടാറ്റാ, ബൈ ബൈ.